എല്ലാവർക്കും നമസ്കാരം. ട്രിപ്പ് ഓൺ ടൈമിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോവാണ്, കുളിച്ച് റെഡിയായിട്ട്. അപ്പം തലേ ദിവസം തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവന് പഠിത്തമില്ല, ഇന്ന് അവധിയാണ്. അവന് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് പുള്ളി പരിപാടിക്കൊന്നും ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് പുള്ളി രാവിലെ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോയേക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോകണം. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉള്ളൂ. പോകുന്ന വഴി അവൻ്റെ സ്കൂൾ ബസ്സൊക്കെ ഞങ്ങൾ കണ്ടു. കാരണം വേറെ വലിയ പിള്ളേരൊക്കെ ഇന്ന് പഠിത്തവും പരിപാടി പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. മാസത്തിൽ 2ഓ 3ഓ തവണയൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരാറുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലേക്ക് വരുന്നൊരു ക്ഷേത്രമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ദേവീ ക്ഷേത്രമാണ്. ഇവിടെ ശ്രീ ധർമ്മശാസ്ത പ്രതിഷ്ഠയും കൂടെയുണ്ട്. ഭദ്രകാളി ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ രാമായണ മാസവും കൂടെ ആയതുകൊണ്ട് രാവിലെ ഒരു നല്ല ഈ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിവൈൻ വൈബായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ക്ഷേത്രത്തിനകത്ത് കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉപദേവതന്മാരുടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അതെല്ലാം പുറത്ത് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ഇടത് സൈഡിലായിട്ട് തന്നെ ഈ ചന്ദനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അമ്പലത്തിനകത്ത് കയറി ചന്ദനം കിട്ടാത്ത ആളുകൾക്ക്, പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പുറത്തുനിന്നും ചന്ദനം എടുത്ത് തൊടാം. അവിടെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചന്ദനമൊക്കെ തൊട്ടതിന് ശേഷം കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഇപ്പം ഈ രാമായണ മാസം തീരുന്നൊരു സമയം കൂടെ ആണല്ലോ. അപ്പം അമ്പലത്തിലൊക്കെ ഈ രാമായണ പാരായണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഡിവൈൻ എനർജിയാണ്. കുളിച്ച് റെഡിയായിട്ട് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. നമുക്കൊരു നമ്മുടെ ഈ തിരക്കിനിടയ്ക്കുള്ള ഓട്ടത്തിനിടയ്ക്കൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ കുറേ ഉരുളൻകല്ലുണ്ട്. അപ്പോൾ ആ ഉരുളൻകല്ലുകൊണ്ട് അതിൻ്റെ പുറത്തോട്ട് ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, ചെറിയൊരു ഐതിഹ്യമാണ്. അതായത് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലുള്ള ആ ഒരു ദേവിയുടെ സ്വരൂപത്തിൻ്റെ അനുജത്തി റിലേറ്റീവാണ് ഇവിടെ കുടികൊള്ളുന്ന ദേവി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇവർ റിലേറ്റീവ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഐതിഹ്യവും കൂടി ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിലുണ്ട്. കൂടാതെ ഇവിടെ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയും കൂടെയുണ്ട്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മണ്ഡലകാല സീസണിൽ ഇവിടുന്ന് ഞാനും മാലയിട്ട് ശബരിമലയ്ക്ക് പോയിട്ടുള്ളത് ഇവിടുന്ന് തന്നെയാണ്. അപ്പം ഇവിടെ മണ്ഡലകാലം ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. മാലയിടിയിലും കാര്യങ്ങളും കെട്ട് നിറയൊക്കെ ആയിട്ട് ഈ ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും. കൂടാതെ മാർച്ച് മാസമാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. മീനഭരണി മഹോത്സവം എന്ന് പറയും. കുംഭകുട വഴിപാടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുള്ള ഒരു ഉത്സവവും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നത് കേട്ടോ. തൊഴുത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കാറുണ്ട്. കാര്യം ഇവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കളി പതിവുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ ഒരു ഓടിക്കളി കഴിയട്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ചുറ്റും കിടന്ന് ഓടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നല്ല പീസ്ഫുൾ ഒരു എനർജി കൂടെ നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ടേ പോകാറുള്ളൂ. പിന്നെ പുള്ളിയുടെ ഒരു ഓട്ടവും ചാട്ടവും കളിയൊക്കെ ഉണ്ടാവും. പുള്ളി ഒരു വീഡിയോ ഇടാൻ പറഞ്ഞത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി വീഡിയോ ഇടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. കാര്യം അങ്ങനെ എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ഇടണമെന്ന് പറയല്ല. ചില വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയും ഇടണ്ടെന്ന് പറയും. അപ്പം പുള്ളിക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ. അവിടെ നിങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ രാവിലെ തന്നെ തടിമില്ലിലേക്ക് തടി കൊണ്ടുവന്ന കാഴ്ചയൊക്കെ ഉണ്ടോ. അതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ കർക്കിടക മാസം തീർന്നു ഇത് കഴിയുമ്പോഴത്തേക്കും ചിങ്ങമാണ്, ഓണം വരാൻ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആഘോഷം ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂട്യൂബിൽ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. വീഡിയോ ചെയ്യണം എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതല്ല, ഇതുപോലെ സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കൂടുതലും. കംപ്ലീറ്റ് നിങ്ങൾക്കറിയാമല്ലോ, കംപ്ലീറ്റ് പാടം, അങ്ങനെ കൃഷി, അങ്ങനത്തെ ഏരിയയൊക്കെയാണ് ഉള്ളത്. ഞങ്ങളുടെ ചെറിയൊരു വില്ലേജ്, പക്കാ ഒരു വില്ലേജ് ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മഴക്കാലം തുടങ്ങിയതുകൊണ്ട്, മഴക്കാലം ഇതായതുകൊണ്ട് നമ്മൾ കൃഷി ടൈമൊക്കെയാണ്. കൃഷി നെല്ല് കാര്യങ്ങളൊക്കെ കിളുത്ത് റെഡിയായിട്ട് വരുന്നൊരു സമയമാണ് കേട്ടോ. പ്രധാന റോഡിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററിൽ താഴെയുള്ള ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥലമുള്ളത്. ഞാൻ പറഞ്ഞത് പക്കാ വില്ലേജാണ്. നെൽപ്പാടങ്ങൾ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. തോടുകളും അങ്ങനെ തെങ്ങുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ചെറിയ ഒരു ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ നല്ല സമാധാനം, വേറെ മറ്റ് വാഹനങ്ങളുടെ സൗണ്ടുകളോ ഹോണടികളോ എരുമ്പലുകളോ അങ്ങനെയൊന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്.
അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന കാര്യം. നല്ല സമാധാനമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നേരെ ആടിൻ്റെ അടുത്തേക്ക് കൊടുക്കും. നമുക്കറിയാലോ വീഡിയോ ഇവിടെ 4 ആടുണ്ട്. തുറന്നുവിടല്ലേ, എല്ലാം ചാടിപ്പോയി. എനിക്കിപ്പോൾ പറ്റിയല്ല. അടുത്തേക്ക് ഒറ്റ ഓട്ടമായിരിക്കും വന്നു കഴിഞ്ഞാൽ. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ അതിനോട് വർത്തമാനം പറയാണ്ട് പുള്ളിക്ക് പിന്നെ വേറെ പരിപാടിയില്ല. കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഞാൻ നോക്കി ആടിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി അതിനകത്ത് കൈയിട്ട് ആടിൻ്റെ ചെവിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കറക്കൊക്കെ കറക്കിയിട്ടാണ് പുള്ളി ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ വന്ന വഴിക്ക് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. കാരണം സ്ഥിരമായിട്ട് വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ 2 പൊറോട്ടയൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇന്ന് രാവിലെ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മതിയോ കൊടുക്കൂ. ഓരോന്നും വരുന്നില്ല, കൊടുത്തോ. കൈ കൊടുക്കണ അതിന്. കാണിക്കണോ എടാ, അതിന് വേണ്ടടാ, കഴിക്കണേന് കൊടുക്കും. അവള് ബുദ്ധിയുള്ളവളാ.